അങ്ങനെ 2 ആഴ്ചത്തെ കാത്തിരിപ്പിന് ശേഷം ഞാൻ ഓർഡർ ചെയ്ത സാധനങ്ങൾ എത്തി ഷെയ്നീന്ന്. അപ്പൊ എന്തൊക്കെയാണ് ഈ പാക്സിലുള്ളത് നമുക്ക് നോക്കാം. എനിക്ക് ഷെയ്നിന്റെ എല്ലാ ഓർണമെന്റ്സും ഇഷ്ടമാണ് കേട്ടോ. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. നമ്മൾ എന്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ കാണും. അതുപോലെ കാണാനും നല്ല ക്യൂട്ടാണ് ഈ മാല. എനിക്ക് ഇഷ്ടപ്പെട്ട്. പോയിന്റ്സിന്റെ ക്വാളിറ്റി ഉണ്ട്. എന്താ പറയാ, 2 pounds ഉള്ളൂ. അത് 200 rupees. പിന്നെ ഈ ടോപ്പ് ഞാൻ വാങ്ങി. കളർ എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. സൈസും ഓക്കെയാണ്. അപ്പം ഇത് കീപ്പ് ചെയ്യുന്നു. ഇതൊരു അറ്റംപ്റ്റ് മാത്രമാണ് കേട്ടോ. എനിക്ക് ഇങ്ങനെ ഒരു നോസ്പിന് ഇട്ട് നോക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹം അങ്ങ് മാറിക്കിട്ടി. വെച്ച് നോക്കിയിട്ട് കുഴപ്പമില്ല. പക്ഷെ എന്നാലും എന്റെ ഫേവറേറ്റ് അല്ല. അതുകൊണ്ട് റിട്ടേൺ ഒന്നും ചെയ്യുന്നില്ല. ആകെ 0.2 സംതിങ് ഉള്ളൂ പെൻസ്. അതായത് 20 രൂപയ്ക്കുള്ളൂ നാട്ടിലെ. അപ്പൊ ഇത് കയ്യിൽ വെച്ചേക്കാന്ന് വിചാരിച്ചു. ഈ കവറിൽ എന്താന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല കേട്ടോ. തുറന്നു നോക്കിയപ്പോ ഞാൻ ഞെട്ടി. ഞാൻ ഉദ്ദേശിച്ച സാധനം തന്നെ. ഭയങ്കര ഹാപ്പിയാണ് ഞാനിത് വാങ്ങിയതില്. ഇപ്പൊ റീൽസിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മാച്ച ഉണ്ടല്ലോ, അത് ഉണ്ടാക്കി നോക്കണം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഒരു തവണ കുടിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് അന്ന് അത് ഇച്ചിരി കയ്പ് കൂടിയതുപോലെ തോന്നി. അപ്പൊ നമ്മൾ ഉണ്ടാക്കും ഇച്ചിരിയുടെ നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് കുറച്ചിട്ട് ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പൊ ആ പ്ലാനിൽ ഞാൻ മേടിച്ചതാണ്. ഇതൊരു വിസ്ക് ആണ്. ചൈനീസ് ട്രഡീഷണൽ മാച്ച ഡ്രിങ്ക് ഉണ്ടാക്കുന്ന വിസ്ക് ആണ്. ഇത് കുറച്ച് ഗ്ലാസ് സ്ട്രോസ് ആണ് കേട്ടോ. ഇതിലും ഞാൻ ഹാപ്പിയാണ്. അത് കഴുകാനുള്ള ഒരു ബ്രഷ് ഒക്കെ ഉണ്ടായില്ലേ, ക്യൂട്ടല്ലേ. പിന്നെ ഒരു ഹെയർ മസാജർ വന്നു. എണ്ണയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് സ്കാൽപ്പ് മസാജ് ചെയ്യാനായിട്ട്. പിന്നെ ഇത് ഫേസിന് മറ്റേ ഗുവാഷയുടെ സ്റ്റോൺ ആണ് കേട്ടോ. പക്ഷെ ഞാൻ ഇത് സ്റ്റോൺ ഒറിജിനൽ ആയിരിക്കും എന്നാ വിചാരിച്ചേ. ഇത് പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയതാണ്. പക്ഷെ ആ ഷേപ്പിലൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പം എഫക്റ്റ് ഉണ്ടാവുമായിരിക്കും. ഇത് വീണ്ടും ഒരു മാലയാണ്. അപ്പൊ ഇത്രേ ഉള്ളൂ. മൊത്തത്തിൽ എനിക്ക് ഈ ഒരു പർച്ചേസ് ഇഷ്ടപ്പെട്ടു. ഓവറോൾ ഓക്കെയാണ്.